ചെന്താമര ചെന്താമര അങ്ങനെ നിസ്സാരക്കാരനായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. സത്യത്തിൽ യോഗിയുടെ ഉത്തർപ്രദേശിലായിരിക്കണം ഇത് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചെന്താമരയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നേനെ. പക്ഷേ ഇത് കേരളമായി പോയി. ഇവിടെ ജയിലിൽ കൊണ്ടിട്ട് നന്നായിട്ട് വീണ്ടും ആഹാരം കൊടുത്ത് പുഷ്ടിപ്പിച്ച് വളർത്തിയെടുത്ത് വീണ്ടും ജാമ്യം കൊടുത്ത് പുറത്തു വിടും. ഇനിയും ലിസ്റ്റിൽ 3 പേരുണ്ട്. ഭാര്യയും മകളും മകളുടെ ഭർത്താവുമെന്നാണ് ചെന്താമര പറയുന്നത്. സത്യത്തിൽ എന്താണ് ചെന്താമര? ആരാണ് ചെന്താമര? ചെന്താമരയുടെ മറ്റു കാര്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. സൈക്കോപരമായിട്ടാണോ ഇയാൾ? എന്ത് ഉദ്ദേശത്തിലാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത്? കേരളമായതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നതാണോ ഇയാളെ ഈ കൊലയ്ക്കൊക്കെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ അതിനെ വിലയിരുത്താൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാളൊരു സ്പെഷ്യൽ കൊലയാളിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ പല മേഖലകളിലും സ്പെഷ്യലിസ്റ്റുകളുണ്ട് എന്ന് പറയുന്നവരെ ഇയാൾ ഒരു പ്രത്യേക തരത്തിലുള്ള കൊലപാതകയായി ഇയാൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ പോലീസിനോട് പറഞ്ഞ് ഞാൻ 5 പേരെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു, 3 എണ്ണത്തിനെ കൊന്നു, ഇനി 2 എണ്ണത്തിനെ കൊല്ലാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാൽ വളരെ നല്ലത് എന്നാണ്. അപ്പോൾ നമ്മൾ പോലീസിനെ കുറിച്ച് കണക്കാക്കുന്നത്, പോലീസ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ഇരുമ്പാണ്, ശരിക്കും പറഞ്ഞാൽ ഉരുക്കാണ്. ആ ഉരുക്കും ഇരുമ്പും ഒക്കെ എന്ന് പറയുന്നത് വളരെ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഈ ചെന്താമരയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം അയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 5 വർഷം മുമ്പാണ് ഒരു സ്ത്രീയെ കൊന്നു. അതിന് കാരണമായിട്ട് അയാൾ പറയുകയോ അയാളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുകയോ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചത് മുടിയുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതായി. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തിൽ കൂടുതൽ മുടിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ഭാര്യയായി. അങ്ങനെ കൊലപാതകം കഴിഞ്ഞ് അയാൾ ജയിലിലേക്ക് പോയി. അയാൾക്കൊരു ഭാവവ്യത്യാസമില്ല. കാരണം അയാൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കിക് ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ മനഃശാസ്ത്രപരമായിട്ട് ഒരു മനോരോഗി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ. നമ്മൾ ഈ ക്രിമിനലുകളൊക്കെ കോടതിയിൽ ഹാജരാക്കുകയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി പിന്നീട് കോടതിയിൽ ഹാജരാക്കി ശിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് മാനസാന്തരം ഉണ്ടാവുകയും അവർ മാറുകയും നമ്മളുടെ മുഖ്യധാരാ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയും ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രത്യാശയുടെ പുറത്താണ്. അതാണ് നീതിന്യായ വ്യവസ്ഥ ഈ കാര്യങ്ങളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. സമൂഹം അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കണക്കെടുത്തിട്ടൊരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാളെ ഉടനെ തീർത്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇന്നലെ ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ആൾക്കൂട്ടവും അതുപോലെ പോലീസുമാണ് വനമേഖല ആകെ വളഞ്ഞത്. അപ്പോൾ അവരുടെ കയ്യിൽ, ആൾക്കൂട്ടത്തിൻ്റെ കയ്യിലായിരുന്നു ഇയാൾ കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അയാൾ തീർന്നു പോകുമായിരുന്നു. അത്രമാത്രം വെറുപ്പും വൈരാഗ്യവും ആളുകളുടെ മനസ്സിലിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. അതും ഒരു സൈക്കിക് ക്യാരക്ടറാണ്. ഇയാൾക്ക് യോജിച്ചതാണ് എന്ന് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം. പക്ഷേ നമ്മൾ പിന്നീട് കൂടുതൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്തും അതൊന്നും ശരിയല്ല എന്ന തീരുമാനത്തിൽ തന്നെ നമ്മൾ എത്തുകയുള്ളൂ. നമ്മൾ യുപിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ആൾക്കൂട്ട കൊലകളെ നമ്മളൊരിക്കലും ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോലീസ് മോശമായിട്ട് പെരുമാറുന്നതിന് നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. നമ്മൾ ആദർശാത്മകമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സമൂഹമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഈ കുറ്റവാളികളെ ഒരിക്കലും തൂക്കിക്കൊല്ലാൻ പാടില്ല എന്നുള്ളത്. ഒരിക്കലും തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ച ഒരാശയം എന്താണെന്ന് വെച്ചാൽ അത് വളരെ പ്രാകൃതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നാണ്. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരെ തൂക്കിക്കൊല്ലണ്ട എന്ന് പറയുന്നത്? നമ്മൾ പറയുന്നത് ഇവരെ അപ്പം തന്നെ കൊന്നുകളയണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജയിൽവാസന ഇയാൾ പോകും. ഇയാൾക്കറിയാം ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമായിരിക്കും. ആ ജീവപര്യന്തം ശിക്ഷ കിട്ടി ജയിലിൽ പോയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാക്കി ഇടയ്ക്ക് പരോളിലൂടെ അയാൾക്ക് പുറത്തിറങ്ങി ഇനി അയാൾ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന 2 പേർ ആരാണെന്ന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. അയാളിപ്പോൾ പലരും പറയുന്നുണ്ട്. മരണം കഴിഞ്ഞതിന് ശേഷം അയാൾ ചിലപ്പോൾ പറയും, ഞാൻ 5 പേരെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു, 5ഉം തീർന്നു, ഇനി എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ എന്ന് പറയും. അങ്ങനത്തെ ഒരു സൈക്കിക് ക്യാരക്ടറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടാണല്ലോ അയാൾ ഇതൊക്കെ ചെയ്യുന്നത്. ആ കൈ പതുക്കെ മുറിച്ച് മാറ്റിയെടുത്താൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോരുത്തരും ഒരു പ്രത്യേക തരത്തിലുള്ള ശിക്ഷ കൊടുക്കേണ്ട ഒരവസ്ഥ ഈ സ്പെഷ്യലിസ്റ്റ് കില്ലേഴ്സിന് മുമ്പിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇയാൾ അത്തരത്തിലൊരു കക്ഷിയാണ് എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അയാൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഷോക്കടിപ്പിച്ച് അയാളെ പ്രത്യേക തരത്തിൽ മയക്കിക്കെടുത്തുക. ഒരിക്കലും അയാൾ ഇതുപോലെ പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തനാകുന്നൊരു അന്തരീക്ഷം പോലീസിന് വെല്ലുവിളിയാണ്, സമൂഹത്തിന് വെല്ലുവിളിയാണ്. ഇയാൾ കൊലപാതകം എന്ന നിലയ്ക്ക് ഇയാൾ അന്വേഷിച്ച് നടക്കുന്ന ഇരകൾക്ക് വലിയ തരത്തിലുള്ള ഭീഷണിയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിപ്പോൾ 2 പെൺകുട്ടികൾ തീർത്തും അനാഥരായി. അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, അമ്മുമ്മയെ കൊന്നു. ആ പെൺകുട്ടികൾ തന്നെ ചോദിക്കുന്നത്, ഇനി ഞങ്ങളെ കൊല്ലുന്നത് വരെ കൂടി ഇയാളെ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടികൾ അത്ര രോക്ഷത്തോടെ അവരിനി നോക്കും. ആ പെൺകുട്ടികൾ ചോദിക്കുന്നത് ശരിയല്ലേ? അവരെ കൊല്ലാൻ വേണ്ടിയാണ് ഇയാൾ ജീവിക്കുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോലീസിൽ ഡിസംബർ 29 സുധാകരനും മൂത്ത മകളും കൂടെ പോയി ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നു. പോലീസ് പറയുന്നു ഞങ്ങൾ വിളിച്ച് താക്കീത് ചെയ്തു എന്ന്. പക്ഷേ പിന്നീട് വരുന്ന റിപ്പോർട്ടുകൾ പോലീസ് ഇയാളെ വിളിപ്പിച്ചിട്ട് പോലുമില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇയാൾ ആ ജില്ലയിലോ ആ പഞ്ചായത്തിലോ കയറരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതിയുടെയും പോലീസിൻ്റെയും പിന്നെ എന്താ പറയുക നടപടികൾക്ക് പുല്ല് വിലയാണ് ഇയാൾ പറയുന്നത്. 1 കൊലപാതകം ചെയ്താലും 5 കൊലപാതകം ചെയ്താലും ശിക്ഷ ഒന്ന് തന്നെയാണ്. 58 വയസ്സേ ഉള്ളൂ. ഇയാൾക്കിനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇയാളെ പക തീർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇയാൾ ഏതറ്റം വരെ പോകും. അപ്പോൾ ഇനിയും ഇയാളെ ജീവപര്യന്തം പറഞ്ഞ് ജയിലിൽ കൊണ്ടിട്ടാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മറന്നുപോയി വീണ്ടും തിരിച്ച് പുറത്തിറങ്ങിയാൽ ഇയാൾ ആ 2 കൊലപാതകം കൂടെ ചെയ്യില്ലേ? തീർച്ചയായിട്ടും അയാൾ കൊല്ലും, അതുറപ്പല്ലേ. അങ്ങനെ കൊല്ലുമെന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് പോലീസ് കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും. അപ്പോൾ ജഡ്ജി എന്ത് ചെയ്യും? ജഡ്ജി ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇയാൾക്ക് ജീവപര്യന്തം കൊടുക്കും, ചിലപ്പോൾ ഇരട്ട ജീവപര്യന്തം കൊടുക്കും. എന്നിട്ട് ഇയാൾ പറയും ഇത് അപൂർവത്തിൽ അപൂർവമല്ല എന്ന്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കേട്ട ഒരു വാചകമാണത്. കൽക്കട്ടയിൽ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആ പ്രതിക്ക് എതിരെ വിധി എഴുതിയ ജഡ്ജിൻ്റെ വാചകമായിരുന്നു ഇത് അത്യപൂർവമായിട്ടുള്ള കൊലപാതകമല്ല എന്ന് പറഞ്ഞു. എന്താണ് ഇയാളുടെ കാഴ്ചപ്പാടിൽ അത്യപൂർവം എന്ന് പറയുന്നത്? മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ളൊരു ഡോക്ടറെ എന്ത് ചെയ്തു? ബലപ്രയോഗം നടത്തി, ബലാത്കാരം നടത്തി, അവരെ അവസാനം ബലാത്സംഗത്തിന് ശേഷം കൊന്ന് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ട് ഇതൊന്നും അത്യപൂർവമല്ലെന്ന് പറഞ്ഞാൽ ഈ ജഡ്ജി ഏത് ലോകത്ത് ജീവിക്കുന്നവനാണ്? ഇവനെയൊക്കെ ശിക്ഷിക്കാൻ ആരുമില്ലേ എന്ന് ജനങ്ങൾക്ക് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെന്താമരയ്ക്കും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കൂടിയാൽ ഇരട്ട ജീവപര്യന്തം. ഇയാളെയൊക്കെ കൊല്ലം തന്നെ തീരുമാനിക്കണം. ഇവിടെ അതിക്കുമ്പ് നമ്മൾ കഷായ ഗ്രീഷ്മ അല്ലേ, അവർക്ക് ഇവിടുത്തെ ജഡ്ജി എന്ത് ചെയ്തു? അപൂർവമായ കേസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പല വക്കീലന്മാരും വക്കീലത്തിമാരും വന്നിരുന്ന് സംസാരിച്ചു. ഇത് അപൂർവമായിട്ടുള്ള കൊലയൊന്നുമല്ല, ഇങ്ങനെയൊക്കെയാണ് സാധാരണ കൊല്ലുന്നത് എന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കുറേ ഇത്തരത്തിലുള്ള ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള ജീവികൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. പല സ്ഥലത്തുണ്ടാകും. ഒന്നിനെ ന്യായീകരിക്കുന്നവരെ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് പല ഘട്ടങ്ങളിലും തോന്നുന്നത്. അവർ വക്കീലാണ്, ഒരു വനിതാ വക്കീൽ ഇതൊക്കെ പറയുന്നത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചതാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ന്യായീകരിക്കാൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ട്. വക്കീൽമാരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് എന്ത് വൃത്തികേട് ചെയ്താലും, കൊലപാതകം നടത്തിയാലും, ആഭാസം നടത്തിയാലും അതിനൊക്കെ വാദിച്ച് ന്യായീകരിക്കാൻ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് താൻ എന്ന് വിശ്വസിക്കലാണ്. അതിനെ മറ്റുള്ളവരും എന്ത് ചെയ്യും? ന്യായീകരിക്കും. ശരിയാണ്, വക്കീലിൻ്റെ ജോലി. അതൊന്നുമല്ല വക്കീലിൻ്റെ ജോലി എന്ന് പറയുന്നത്. ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യായവാദം നടത്തലാണ് വക്കീൽമാരുടെ ജോലി. പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഏത് ആഭാസത്തരത്തിനെ ന്യായീകരിക്കാം, കൊലപാതകത്തിനെ ന്യായീകരിക്കാം. കൊലപാതകത്തിയായിട്ട് നടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും ജീവിതാവസ്ഥയും സാമൂഹ്യാവസ്ഥയും ഒക്കെ വെച്ച് പല ന്യായീകരണങ്ങളൊക്കെ നടത്താം. ഞാൻ പറഞ്ഞു ഇവരൊക്കെ ന്യായീകരിച്ച് വളർത്തി വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ പോകുന്ന എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുള്ള അത്തരം മുഴുവൻ സംവിധാനങ്ങളും മനുഷ്യനെതിരാണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ് ചെന്താമരയുടെ കേസ്. കാരണം ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്ത കോടതിയാണ്. അപ്പോൾ ആ കോടതിക്ക് ഒരു കുറ്റമില്ല. ഇവർ ജാമ്യം കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്തയും ഈ കോടതിയുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ജഡ്ജി കുറ്റക്കാരനാണെന്നാണ് ഞാൻ പറയുന്നത്. ആ ജഡ്ജി കുറ്റക്കാരനാണെന്ന് മാത്രമല്ല, അയാളുടെ ഒരു സംവിധാനമാണല്ലോ ഈ പോലീസ് എന്ന് പറയുന്നത്. അയാൾ എഴുതി വച്ചിരിക്കുന്ന കണ്ടീഷൻസൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരും ഈ കൊലപാതകത്തിന് ഉത്തരവാദികളാണ്. ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ മേലാൽ ചെയ്യേണ്ടത് ഇങ്ങനെ ജാമ്യത്തിൽ വിടുന്ന ജഡ്ജിമാർക്ക് എതിരെയും അതേപോലെ തന്നെ
കൊലപാതകത്തിന് സൗകര്യം കൊടുക്കുന്ന പോലീസുകാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കാനായിട്ടുള്ള സംവിധാനം കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഇവർ പേനയെടുത്ത് ഇവൻ്റെ ഈ ഒടുക്കത്തെ ജഡ്ജിമെൻറ്റ് കുത്തിക്കുറിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള മനസാക്ഷി കുറ്റുണ്ടാവുകയുള്ളൂ.